പുണ്യാളച്ചനാരാ? പുണ്യാളച്ചനാരാ ഇവിടുത്തെ? പുണ്യാളച്ചൻ മാലാഹ വലിയച്ഛൻ. മാലാഹ വല്യച്ഛൻ. അമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ചിന്ത വഴിയോരത്തുള്ള മാലാഹ വല്യച്ഛൻ്റെ പള്ളി കാണപ്പെടാതെ പോകരുത് എന്നുള്ളതായിരുന്നു. മാലാഹ വല്യച്ഛനെന്ന് അമ്മച്ചി പറയുന്ന മാലാഖ ആരാണ് എന്നറിയാനുള്ളൊരു കൗതുകവും മനസ്സിൽ ഉണ്ടായിരുന്നു. അധികം യാത്ര ചെയ്യും മുമ്പ് ഞങ്ങൾ ആ കാഴ്ച കണ്ടു. അമ്മച്ചി പറഞ്ഞ മാലാഹ വല്യച്ഛൻ പൈശാചിക ശക്തിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾ മാധ്യസ്ഥത യാചിക്കാറുള്ള മിഖായേൽ മാലാഖയുടെ പള്ളിയാണത്. അമ്മച്ചി മാത്രമല്ല, വേദപുസ്തകവും മിഖായേൽ മാലാഖയെക്കുറിച്ച്, ആ മാലാഖയുടെ നാരകീയ ശക്തിയിലെ തകർക്കുന്ന ദൈവ അനുഗ്രഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ ദാനിയേലിനോട് ദൂതൻ ദർശനത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നാരകീയ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്ന മിഖായേലിൻ്റെ ശക്തിയെ, ദൈവം നൽകിയ ശക്തിയെ വെളിപ്പെടുത്തുന്നതാണത്. ദാനിയേലിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം. നിന്റെ കാവൽ ദൂതനായ മിഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്ത് നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല. നമുക്ക് കാവൽ ദൂതന്മാരുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്കവിടെ ലഭിക്കുന്നത്. മിഖായേൽ നമുക്ക് ശക്തമായ കാവൽ നിൽക്കുന്നു എന്നുള്ള ചിന്തയുമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ വേദപുസ്തകത്തിൽ യെശയ്യായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന സ്വർഗത്തിൽ യുദ്ധത്തിന് കാരണമായി തീരുന്ന പിശാചിൻ്റെ അഹങ്കാരത്തെപ്പറ്റി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് പെട്ടി വീഴ്ത്തപ്പെട്ടു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ വേദഭാഗത്തിൽ അഹങ്കാര പ്രമത്തതയോടെ ഞാൻ കർത്താവിൻ്റെ നക്ഷത്രങ്ങൾക്കുപരിയായി ഉന്നതങ്ങളിലേക്ക് കയറും, ദൈവത്തെ പോലെയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്ന ഞാൻ എന്നുള്ള ഭാവത്തിൽ മറുതലിക്കുന്ന പിശാചിന് സ്വർഗത്തിൽ സ്ഥാനമില്ലാതായത് എങ്ങനെയാണെന്നുള്ളത് വെളിപാടിൻ്റെ പുസ്തകം 12:7 പറയുന്നുണ്ട്. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതെയായി. ആ വലിയ സർപ്പം, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരും എന്ന് പറയുന്നുണ്ട്. യൂദാസ് ഒരേ ഒരു ലേഖനമേ എഴുതിയിട്ടുള്ളൂ. ആ ലേഖനത്തിലെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ദൈവത്തിന് മാനവും മഹത്വവും കൊടുക്കുന്ന മാലാഖയാണ് നമ്മൾ മിഖായേൽ മാലാഖയിൽ കാണുക. ക്രിസ്മസിൻ്റെ അതിമനോഹരമായ ദിനങ്ങളിൽ കൂടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. വിണ്ണിലും മണ്ണിലും നക്ഷത്രവിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്ന ആ രാത്രിയുടെ യാത്രകളുടെ സന്തോഷം ഹൃദയത്തിൽ, മനസ്സിൽ എപ്പോഴും കൂടിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കട്ടെ. വഴിയോരത്തെ പിയാത്തായുടെ രൂപം കണ്ടു. അറിയാതെ ഹൃദയത്തിൽ പ്രാർത്ഥനയുയർന്നു. ഇതാ കർത്താവിൻ്റെ കുരിശ്, ദുഷ്ടശക്തികളെ പലായനം ചെയ്യുവിൻ. യൂദാ ഗോത്രത്തിന് സിംഹവും ദാവീദ് വംശത്തിൻ്റെ പേരുമായ കർത്താവ് മിശിഹ വിജയിച്ചിരിക്കുന്നു. കുരിശാണ് ശക്തി, കുരിശിലാണ് വിജയം. കുരിശെടുത്ത കർത്താവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്രയവും കോട്ടയും. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം നമുക്ക് പ്രത്യാശയെ പ്രദാനം ചെയ്യുന്നു. പ്രത്യാശയോടെ കർത്താവിലേക്ക് നോക്കി പ്രകാശിതമാകുന്ന തിരുനാളാണ് ക്രിസ്മസ് എന്നത്. അവിടെ പ്രകാശങ്ങൾ ഭൂമിയിലും സ്വർഗത്തിലും ആകാശങ്ങളിലും മാത്രമല്ല, മറിച്ച് ഹൃദയങ്ങളിലും ഉയർത്തപ്പെടുമ്പോൾ കർത്താവെ, നിൻ്റെ പ്രകാശമായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാലാരൂപതയുടെ പാല മെഡിസിറ്റി എന്നറിയപ്പെടുന്ന ബൃഹത്തായ ആശുപത്രിയുടെ സമീപത്തുകൂടിയാണ് ഞങ്ങളുടെ യാത്ര. ആശുപത്രി വേളയെ കാണുവാനായിട്ടുമുണ്ട്. അതിനാൽ അവിടേക്ക് കയറി. ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോകുന്നില്ലെങ്കിലും സാന്ത്വനം നൽകുന്ന ഒരു യേശു നമുക്ക് കൂട്ടായിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും. പ്രധാന കവാടത്തിൻ്റെ അരികിൽ നിൽക്കുന്ന ക്രിസ്മസ് ഫാദർ തലയാട്ടുവാൻ തുടങ്ങിയപ്പോൾ ഹൃദയത്തിൽ അറിയാത്ത ഒരു സന്തോഷം നിറഞ്ഞു. രോഗിയുടെ ബന്ധുക്കൾ പോലും എല്ലാം മറന്ന് കൗതുകത്തോടെ ക്രിസ്മസിനെ വരവേൽക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഭൂമിയിൽ ദൈവം തമ്പുരാൻ വിധിക്കുന്ന സമാധാനത്തെപ്പറ്റി ഓർത്തു. അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് കടന്നു. വളരെ ബൃഹത്തായ ഒരാശുപത്രി, അനേകം സംവിധാനങ്ങളുള്ള ആ ആശുപത്രിയിൽ എനിക്കേറെ ശ്രദ്ധേയമായി തോന്നിയത്
നമ്മൾ വന്ന വാഹനം അവിടുത്തെ സെക്യൂരിറ്റിയുടെ ആളുകൾ വന്നിട്ട് അത് നമ്മളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഉചിതമായ സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തിരികെ വരുമ്പോൾ അത് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് എത്തിക്കുന്ന ആ സംവിധാനം അത് ഞാൻ ഇന്നുവരെയും ഒരാശുപത്രിയിലും കണ്ടിട്ടില്ല. എനിക്കേറെ പരിചയങ്ങളൊന്നുമില്ല എങ്കിൽ പോലും അതെനിക്ക് ശ്രദ്ധേയമായി തോന്നി. അവിടെ ഞാൻ കണ്ടു ഉണ്ണിമിശിഹായുടെ ഒരു രൂപം. അതിൻ്റെ മൂലകാരണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വളരെ മനോഹരമാണ് ഈ ആശുപത്രിയുടെ ചുറ്റുവട്ടങ്ങൾ എല്ലാം തന്നെ. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആശുപത്രിയുടെ ഒരു പ്രത്യേകതയോ മരുന്നിൻ്റെ ഗന്ധമോ വൃക്ഷഗന്ധമോ സങ്കടങ്ങളുടെ ഒരു കാഴ്ചയോ അല്ല, മറിച്ച് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന, മനസ്സിന് ആനന്ദം പ്രദാനം ചെയ്യുന്ന കാഴ്ചകളാണ് എല്ലായിടത്തും കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ നിന്നുള്ള ഞങ്ങളുടെ യാത്ര ഈ ആശുപത്രിയിൽ നമ്മൾ കണ്ടുമുട്ടിയ ഉണ്ണിമിശിഹായുടെ രൂപത്തിന് കാരണഭൂതമായിട്ടുള്ള ചേർപ്പുങ്കൽ പള്ളിയുടെ വളപ്പിലേക്കായിരുന്നു യാത്ര. ചേർപ്പുങ്കൽ പള്ളിയുടെ ആ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ പാർസ്ലീബ മെഡിസിറ്റി എന്ന് പറയുന്ന ആശുപത്രിയുടെ നിലനിൽപ്പ് എന്ന് ഓർക്കുകയാണ്. ഈ ചേർപ്പുങ്കൽ ഉണ്ണിമിശിഹ പള്ളിയുടെ ആ സാങ്കത്യം ഏർത്തിട്ടുവാങ്ങുന്ന ഒന്നായിട്ട് ആശുപത്രി മാറുകയും അനേകരെ ഈ ദേവാലയ വളപ്പിൽ വരുന്നവർ ഓരോരുത്തരും അവിടേക്ക് പോകുമ്പോഴൊക്കെയും പ്രാർത്ഥനയോടുകൂടി പോയി ഈ ദേവാലയത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നതും ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി. അനേകർ ആശുപത്രിയിൽ വരുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധേയമായിട്ട് തോന്നി. ദേവാലയം പുരാതനത്തിൻ്റെ ആ ഒരു നന്മയെ മുഴുവനായിട്ട് ആവാഹിച്ചെടുത്തുകൊണ്ട് പ്രചാരം ലഭിച്ച ഒന്നായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ ദേവാലയത്തിൻ്റെ വളപ്പിലേക്ക് കടന്നു പോയപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ചരിത്രം ഹൃദയത്തിൽ പുതിയ ലിപികളിൽ എഴുതപ്പെടുന്നത് വായിച്ചറിയുവാനായിട്ട് കഴിയുന്നു. ചേർപ്പുങ്കൽ പള്ളി എന്നത് അതിപുരാതനമായ ഒരു ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ്. 1912 ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച ഇപ്പോഴത്തെ വലിയ പള്ളിയിൽ ബൈബിൾ സംഭവങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന കൂറ്റൻ തടി കൊണ്ടുള്ള കുരിശും നിലവിളക്കിലെ കുരിശും ഇവിടുത്തെ പ്രധാന ഭക്താകർഷണങ്ങളാണ്. നിലവിളക്കിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം വിശ്വാസികളെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലാറ്ററൈറ്റ് കല്ലുകളാൽ നിർമ്മിതമാണ് ഈ പള്ളിക്കെട്ടിടം. ഇവിടെ കുരിശിൽ എണ്ണയൊഴിക്കുന്ന ഭക്തിപ്രകടനം അതിന് ഒരു ബൈബിളിൻ്റെ അടിസ്ഥാനമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മളതിൻ്റെ വേരുകളെ കണ്ടറിയുവാനായിട്ട് കടന്നില്ലായിട്ട് നമുക്ക് കഴിയും. യാക്കോബ് ഏസാവിൽ നിന്ന് രക്ഷ തേടി ബർഷേബയിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടപ്പോൾ രാത്രികാലത്ത് കല്ലിനെ തലയണയാക്കി ഉറങ്ങി. ഏറെ വേദനയുടെ ആ രാത്രിയിൽ സ്വന്തമായിട്ടൊന്നും ഇല്ല, സ്വന്തമായിട്ട് ആരും തനിക്കില്ല എന്നുള്ള വേദനയോടുകൂടെ രാത്രിയുടെ യാമങ്ങളിൽ ഈ കല്ലിനെ തലയണയാക്കി ഉറങ്ങുന്ന യാക്കോബ് കണ്ടറിയുന്ന ദൈവത്തിൻ്റെ അതുല്യ സംരക്ഷണം അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്. രാത്രിയിൽ അദ്ദേഹം മാലാഖമാർ കയറിയിറങ്ങുന്ന കോവേണിയുടെയും ദൈവിക അരുളപ്പാടിൻ്റെയും ദർശനങ്ങളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഉൽപ്പത്തി 28:16 പറയുന്നു, യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അതറിഞ്ഞില്ല. ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമില്ല, സ്വർഗത്തിൻ്റെ കവാടമാണ് ഇടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ണിമിശിഹായുടെ പള്ളിയിൽ കർത്താവിൻ്റെ വിശുദ്ധമായ തിരുശരീരങ്ങളും തിരുരക്തവും ചേർന്നിരിക്കുന്ന ദേവാലയത്തിൻ്റെ ആ പരിധിയിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ചിത്രവും ആ ദേവാലയത്തിൻ്റെ ഉള്ളിലെ അതുല്യമായ ശാന്തഭാവവും ഹൃദയത്തിന് വല്ലാത്ത ഒരു സമാധാനം പ്രദാനം ചെയ്തു എന്നുള്ളത് പ്രത്യേകം ഓർക്കുകയാണ്. അവിടേക്ക് കയറിയിരുന്ന് കുറേ സമയം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ദൈവം നമുക്കായി ഒരുക്കുന്ന പദ്ധതികളെ ഓർക്കുകയാണ്. ഒരു പ്രഭാതത്തിൻ്റെ യാത്ര ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എനിക്കായി കരുതുന്നവൻ അവനാണ്, എന്നെ കരുതുന്നവൻ അവനാണ് എന്നുള്ള ചിന്ത ഹൃദയത്തിൽ ഉയരുകയായിരുന്നു. കല്ലായിട്ട് ജീവിതയാത്രയിൽ വരുന്ന അനവധി പ്രതിസന്ധികളെ ഏറ്റവും അവസാനം ആ സഹനങ്ങളെ അത്രയും നമുക്ക് കുത്തിനാട്ടി നിർത്തിക്കൊണ്ട് അതിൽ ദൈവസ്നേഹത്തിൻ്റെ എണ്ണ ഒഴിക്കുവാൻ കഴിയുമ്പോൾ അവിടെയാണ് നമ്മുടെ ആരാധന ആരംഭിക്കുന്നത്. അവിടെയാണ് യാക്കോബ് പിന്നീട് പറയുന്ന ഒരു വാക്ക്, ഒരു മുളവടിയുമായി ജോർദാൻ കടന്നവനാണ് ഞാൻ.
ഒടുവിൽ വലിയൊരു ഗോത്രമായി വളരാൻ തക്കവണ്ണം ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചുവല്ലോ എന്ന് പിന്നീട് അദ്ദേഹം മടങ്ങി വരുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ സഹനങ്ങളുടെ വേളകളിൽ നമ്മൾ കുത്തി നിർത്തുന്ന നമ്മുടെ സഹനങ്ങൾ ഓരോന്നും ദൈവസന്നിധിയിലെ കല്ലുകളാണ്. ആ കല്ലുകളുടെ മുകളിലേക്ക് നമ്മൾ ഒഴിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, ദൈവമേ നീ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുവാൻ കഴിയുന്ന മനസ്സ്, അവിടെ ഒഴുകുന്ന നമ്മുടെ സങ്കടത്തിൻ്റെയും ഭാരതങ്ങളുടെയും എണ്ണ, അതിലേക്ക് ദൈവത്തിൻ്റെ പ്രസാദാത്മകത ഇറങ്ങി വരുമ്പോൾ നമ്മൾ പിന്നീട് പറയുവാനായിട്ടിടയാകും, സഹനങ്ങളെല്ലാം ദൈവം കൃപയാക്കി മാറ്റി. പൂർവ്വപിതാവായ ജോസഫ് പറഞ്ഞതുപോലെ ദോഷമായിട്ട് നിങ്ങൾ ചെയ്തൊക്കെയും ദൈവം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റിയെന്ന് സഹോദരന്മാരോട് പറയുകയും, നിങ്ങൾ വിറ്റതോർത്ത് വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, മറിച്ച് നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ദൈവമാണ് നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്നുള്ള ചെയ്യുന്ന വാക്കുകളും ഓർക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ വളപ്പ് അതീവ ഹൃദ്യമാണ്. പഴമയുടെ ഒരു വലിയ നന്മ, ഗരിമ പേറുന്ന ഒന്നായിട്ട് ഈ ദേവാലയത്തിൻ്റെ വളപ്പിനെ കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുള്ള അനേകം ചെടികൾ, അതുപോലെ തന്നെ അവിടെയുള്ള പുൽത്തകടി ഒക്കെയും ഹൃദയത്തിൽ വലിയ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്ന ഒന്നായിരുന്നുവെന്ന് ഹൃദയപൂർവ്വം ഓർക്കുകയാണ്. ആ നിറവാർന്ന ഒരു വളരെ പോസിറ്റീവ് ആംബിയൻസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അറിയാതെ പ്രാർത്ഥനകൾ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ബേത്ലഹേമിൽ പിറന്ന ഉണ്ണിയേശുവെ, എൻ്റെ ഹൃദയത്തിൽ വന്ന് പറക്കണമേ. 1000 പുൽക്കൂടുകളിൽ 1000 വട്ടം നീ പറന്നാലും എൻ്റെ ഹൃദയത്തിൽ നീ വന്ന് പറക്കുന്നില്ലെങ്കിൽ ദൈവമേ എൻ്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നുള്ള ചിന്തയും കാഴ്ചപ്പാടും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെയുള്ള മനോഹരമായ കാഴ്ചകളിൽ കൂടെ ഒക്കെയും ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തറിയിക്കുന്ന, ആകാശത്തട്ടവരെ കരവേരെ കാണിക്കുന്നു എന്നുള്ള തിരുവചനം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവമായിട്ട് മാറുകയായിരുന്നു. അവിടെയുള്ള കാഴ്ചകളിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും ഒക്കെയും ഹൃദയം ചേർത്ത് വെച്ച ഒന്നാണ് ദൈവാരാധനയുടെ അതുല്യ നിമിഷങ്ങൾ. ഓരോ ഭക്തസ്ഥലങ്ങളും നമ്മുടെ ഹൃദയത്തെ ദൈവം നിയോഗിച്ചാക്കിയ സ്ഥലങ്ങൾ നൽകുന്നു എന്നുള്ളത്. 1912 ഈ ദേവാലയം പണി കഴിക്കപ്പെട്ടത്. നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ കരത്തിലേക്ക് ജീവിതത്തെ ചേർത്ത് വെക്കാൻ നമുക്ക് വലിയ നന്മ നൽകുന്ന ഒന്നായിട്ട് ഈ ദേവാലയ സന്ദർശനം, പ്രാർത്ഥനകൾ ഒക്കെയും ഹൃദയത്തിൽ ചേർന്ന് നിന്നുവെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അവിടെ നിന്ന് പിന്തിരിയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ കോണുകളിലേക്ക് ചേക്കേറുകയായിരുന്നു. കർത്താവിൻ്റെ കുരിശ് ദുഷ്ടശക്തികളെ പരാജയം ചെയ്യുവാൻ യൂദാ ഗോത്രത്തിൻ്റെ സിംഹവും ദാവീദ് വംശത്തിൻ്റെ പേരുമായ കർത്താവ് ഈശോ മിശിഹ വിജയിച്ചിരിക്കുന്നു. ധന്യതയാർന്ന ക്രൈസ്തവ നന്മകൾ ഈ ഭൂമിക്ക് നഷ്ടപ്പെട്ടു പോകരുത് എന്നും ഏതൊരു സ്ഥലത്തും പ്രകാശമായി മാറുന്ന ക്രിസ്തീയ സാമീപ്യം ഈ ഭൂമിക്ക് അന്യമായി പോകരുത് എന്നും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയായിരുന്നു ആ ദേവാലയത്തിൽ. ഈ കാലികമായിട്ടുള്ള അനവധിയായ വിഷയങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ ഒക്കെയും ഏറ്റുവാങ്ങുമ്പോൾ കർത്താവെ, നിൻ്റെ തിരുസന്ധിയിൽ ഞങ്ങൾ മെഴുകുതിരികളെ പോലെ എരിഞ്ഞ് ഇല്ലാതായി നിൻ്റെ പ്രകാശം മറ്റുള്ളവർക്ക് പ്രസരിപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയമുരുകി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മുടെ ജീവിതയാത്രയിൽ പല കാര്യങ്ങളിലൂടെ കടന്നു വരുന്നു. ആ കാര്യങ്ങളെ ഓരോന്നിനെയും നമ്മൾ ചിന്തിച്ചാൽ നന്ദി ചൊല്ലി തീർക്കാൻ നമുക്ക് ഈ ജീവിതം പോരാ എന്നുള്ള തിരിച്ചറിവ് ഹൃദയത്തിൽ നിറയുന്നു. ഈ ദേവാലയത്തിൻ്റെ വളപ്പിലായിട്ടുള്ള ഒരു സ്റ്റാളിലേക്കാണ് അടുത്തായിട്ട് കയറിയത്. അവിടെ ഉള്ള അനേകം ദൈവികമായിട്ടുള്ള ബോധ്യങ്ങൾ നമ്മൾ ഉളവാക്കുന്ന അനേകം സംവിധാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവം എത്ര നല്ലവനാണ് എന്ന് ഓർക്കുവാനിടയാക്കി. ജപമാലയുടെ അനേകം ശേഖരം അവിടെയുണ്ട്. ആ ജപമാല കണ്ടപ്പോഴൊക്കെ മനസ്സിൽ വന്ന ഒരു ചിന്ത, ജപമാല നാരികീയ ശക്തികൾക്കെതിരായിട്ടുള്ള ആയുധമാണ് എന്നുള്ള ചെറിയ കാലഘട്ടങ്ങളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഹൃദയത്തിൻ്റെ ചിന്തയിലേക്ക് ചേർന്ന് വന്നു. ജപമാല കഴുത്തിലണിയുമ്പോൾ അത് ആഭരണവും, കയ്യിലെടുത്ത് ചൊല്ലുമ്പോൾ അത് ആയുധവുമാണ് എന്നുള്ള ചിന്ത ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവമേ നന്ദി എന്നുള്ള വാക്കോടെ തിരിച്ചിറങ്ങി.